താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 6 വിദ്യാർത്ഥികളുടെ റിമാൻഡ് കാലാവധി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നേരത്തെ നീട്ടിയിരുന്നു. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, കുറ്റകൃത്യം ചെയ്ത കുട്ടികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു അല്ലേ? റോഷ്നി, വലിയ ചർച്ചയായ വിഷയമാണ്. ഈ കുട്ടികൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. കാരണം 18 വയസ്സായിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ജില്ലാ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നടന്നിരുന്നു. അതായത് പ്രോസിക്യൂഷൻ വാദിച്ചത് കുട്ടികൾ മൈനറാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം അനുവദിക്കരുത്, ഇത് ക്രൂരമായ ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു. ഈ ആക്രമണത്തിന് മുന്നോടിയായിട്ട് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതുവഴിയുള്ള ചാറ്റ് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയാണ് വാദിച്ചത്. എന്നാൽ ഈ കുട്ടികളുടെ അഭിഭാഷകൻ വാദിച്ചത് മൈനറാണ്, കുട്ടികളുടെ ആരോഗ്യ മാനസിക കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് അവർക്ക് ജാമ്യം നൽകണമെന്ന വാദം ഉന്നയിച്ചു. അങ്ങനെ ഒരു തവണ മാറ്റിവെച്ച ശേഷമാണ് ജില്ലാ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. 6 കുട്ടികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അവർ വെള്ളിമാട് കുന്നിലുള്ള ജുവനൈൽ ഹോമിൽ തന്നെ തുടരുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയിരുന്നു. അങ്ങനെയാണ് ജില്ലാ കോടതിയിൽ എത്തുകയും ചെയ്തത്. ഇനിയുള്ള വഴി എന്ന് പറയുന്നത് ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യാപേക്ഷ നൽകുക മാത്രമാണ്. ഏതായാലും ഒരു മാസത്തിലധികമായി 6 വിദ്യാർത്ഥികളും കോഴിക്കോട് വെള്ളിമാട് കുന്നുള്ള ജുവനൈൽ ഹോമിൽ റിമാൻഡിൽ തുടരുകയാണ്. റോഷ്നി, ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു.